നീ ഉറങ്ങിയില്ലേ? ഇല്ല. ഇന്ന് മുകുന്ദൻ വന്നിരുന്നു. അറിഞ്ഞു, അമ്മ പറഞ്ഞു. അടുത്ത ആഴ്ച അവന്റെ അമ്മാമയും കൂട്ടി വരാന്നാ പറഞ്ഞേ. അത് വൈകണ്ടങ്ങൾ നടത്താല്ലേ? അതെ. ഞാൻ ആലോചിക്ക, എല്ലാം കൂടെ ഒന്നിച്ചായാലോ. ചെലവ് മാത്രല്ല, ബന്ധപ്പാടും കുറയും. മിഴിച്ചു നോക്കണ എന്തിനാ? നിന്റെ കല്യാണത്തിന്റെ കാര്യമായി പറയണേ. ഉവ്വ്, മനസ്സിലായി. അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കാൻ. ഇനിയിപ്പോ എന്താ ചോദിക്കാൻ അല്ലേ? അമ്മ വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. രാമൻകുട്ടി മേനോൻ സാറ് ഏട്ടനോട് ഒന്നങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല, ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ. ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത്. ഞാൻ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ. അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക്, അതും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധ. നീ എന്ത് നന്ദികേടാടാ ഈ പറയണേ? ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ എന്റെ ലൈഫിന്റെ പ്രശ്ന. ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെയും വസ്തു വിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീയൊന്നും ഈ സ്ഥാനത്തില്ല. എന്ത് കൊടുത്ത് വീട്ടുകൂടെ ആ കടം? ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്. അത് മറക്കൊന്നുമില്ല. എന്ന് വെച്ച് എന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ? പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. വാക്കില്ലാന്നോ? എന്തിനാടാ വാക്ക്? എനിക്കും നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവളെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്കുടമ്പടിയൊക്കെ വേണം. ശരിയായിരിക്കാം, ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടണ നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാവോ? മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു തരാനുള്ളതാ. പണ്ടെന്നോ കുറച്ച് കാശ് തന്നു പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണുണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ലൈഫിന്റെ പ്രശ്നം. എനിക്ക് മേനോൻ സാറിന്റെ മോളുമായിട്ടുള്ള ബന്ധം ഇഷ്ടം. ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം. എന്റെ പട്ടി വരും. എടാ, മേലേടത്ത് രാഘവൻ നായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ നെറുകേട് കാണിക്കില്ല. എന്റെ നെഞ്ചിൽ പിടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കയറ്റില്ല. ഓർത്തോ? ആ കേട്ടോ അമ്മേ? അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു രണ്ട് അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ? നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? അമ്മേ, പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി 4 മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവാന്ന്. പിന്നെ ആ കുഞ്ഞമ്മാമയുടെ മോളോട് അമ്മ തന്നെയാ പറഞ്ഞേ, എന്റെ വിജയന്റെ പെണ്ണാ നീന്ന്. മറക്കരുതമ്മേ അതൊന്നും. ഏട്ടൻ എങ്ങടാ പോയേ? അറിയില്ല, അറിയില്ല എടുത്ത് എനിക്ക്. അതിന് നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്റെ തോളത്തിട്ട് വളർത്തിയതാ 3 അവനോട് വക്കീലിനെ പോലെ വാദിക്കണു. വിവരം കൂടിയിട്ടാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാ മരായ പറ്റൂല. കുഞ്ഞമ്മാമോട് ഞാൻ എന്താ പറയാ? സ്ഥലത്തേക്ക് പാവം നാലിനി, അവളോട് ഞാൻ എന്താ പറയാ? ഇതിപ്പോ നിങ്ങള് വിചാരിക്കാണ്ടല്ലോ, നിങ്ങളുടെ മനസ്സോൽക്കറിയാം. ഒക്കെ പഠിച്ചോ നേരെയാക്കും. അല്ലെങ്കിൽ എന്താ മൂപ്പര അവിടെ ഇരിക്കണത്? നിങ്ങൾ സമാധാനിക്ക്. എന്ത് പണിയാ രാഘവായി കാട്ടിയത്? ഒരു വെളിച്ചം കൂടെ ഇല്ലാതെ ഇരുട്ടത്ത് ഇറങ്ങി പോരാ.
അവിടെ മാരുതി കരച്ചിലോട് കരച്ചില്. വാ പോവാം. കുഞ്ഞനായരെ, നിങ്ങളുടെ അനന്തരവൻ ആകെ ബേജാറായിട്ടിരിക്കുക. എന്നെ വിളിച്ചു. ഞാൻ ഈറ്റ് വന്നപ്പോ ഈ കടമ്പയിലിരുന്ന് പൊട്ടി പൊട്ടി കരിയ. എന്തിന്? അത് പോട്ടടാ. എടാ, ഈ കുഞ്ഞുമാമ അങ്ങനെയൊന്നും വിഷമിക്കുന്ന ആളല്ല. തറവാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരെ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല. എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായിരുന്നു. അച്ഛേട്ടന്റെ ഭാര്യയും മക്കളും പീഡിയത്തിന്റെ കിടക്കുന്നത് കാണാൻ വയ്യ. അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നാളെ എന്റെ മോളിൽ വിളിച്ച് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങട്ടെ. അതുകൊണ്ടാ. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ കുഞ്ഞമാമേ? അല്ല, ഞാൻ പറയാ. വാ പോ. ചെല്ല്, ഒക്കെ നേരാവുന്നേ. ചെന്ന് സമാധാനായിട്ട് കിടന്നുറങ്ങ്. ചെല്ല്. എങ്ങടാ പോയത്? ഇനി ഇവിടെ അങ്ങനെ ഇരുന്ന് തണുപ്പുള്ളാതെ പോയി കിടക്ക്. കുഞ്ഞമാമ പോയി കിടന്നോളൂ. നളിനി അവളെന്ത് പറഞ്ഞു? കൊറേ കരഞ്ഞു, അല്ലാണ്ട് എന്താ പറയാ. ഞാൻ വിചാരിച്ചൊക്കെ വെറുതെയാ. എന്റെ വാക്കിന് ഒരു വിലയിലുണ്ടായി. സാരല്ല, സമാധാനിക്ക്. ഏട്ടാ, എന്റെ കാര്യം ഓർത്ത് ഏട്ടൻ വിഷമിക്കരുത്. എനിക്ക് സങ്കടമൊന്നുമില്ല. എല്ലാവരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു. ഒക്കെ അതിമോഹമായിരുന്നു. മോളെ, നീ ഒന്നും പറയണ്ട. ഓക്കെ, ഏട്ടനറിയാം. ഇല്ല ഏട്ടാ, ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം. വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത്. വിജയേട്ടന്റെ ജീവിതത്തിന്റെ കാര്യ. ഏട്ടനത് ആലോചിച്ച് നടത്തി കൊടുക്കണം. വിജയേട്ടൻ വലിയ ആളെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല ഏട്ടാ. വലിയ ആളാവട്ടെ, പദവിയും പ്രശസ്തി ഒക്കെ ഉണ്ടോട്ടെ. നമുക്കത് കണ്ട് സന്തോഷിക്കാം. എന്താ വേണ്ടേ? മേനോ സാറ് അച്ഛൻ ഓഫീസിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ. കക്ഷികൾ വീട്ടിൽ വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഞാൻ വിജയന്റെ ഏട്ടനാ, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ. ഓ സോറി, വരൂ, അകത്തേക്ക് വരൂ. അച്ഛൻ ഞാനാണ്. വേഗം ഇങ്ങോട്ട് വരണം. വേണം, വെരി അർജന്റ്. ഒരാള് വന്നിട്ടുണ്ട്. നോ, അതൊരു സർപ്രൈസ് ആവട്ടെ. വരൂ, അപ്പൊ കാണാം. വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. അച്ഛൻ ഇപ്പൊ വരും. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വെള്ളം മതി. ഞാൻ ചായ എടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ശോഭ. അല്ല, ആരാത്? ഇരിക്കൂ ഇരിക്കൂ. ഫോൺ ചെയ്തപ്പോ ശോഭ പറഞ്ഞില്ല ആരാ ഗസ്റ്റ് എന്ന്. ഇന്ന് എനിക്ക് ആകെ തിരക്കുള്ള ദിവസമാ. 2 മർഡർ കേസിന്റെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. സാറിന് തിരക്കില്ലാത്ത ദിവസമില്ലല്ലോ. 25 വർഷമായി കോടതിയും കേസും. കുറച്ചു കാലം വിശ്രമിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. കുട്ടികളാരും നമ്മുടെ ലൈന് വന്നില്ല. ഇവളാണെങ്കിൽ പഠിക്കാൻ മടിച്ചിയും. ഒരു കലക്കിന് MA പാസ്സാക്കി എടുത്തു. സാറിന് എത്ര മക്കളാ? 3, 2 പെണ്ണും 1 ആണും. മൂത്തവൾ വിവാഹം കഴിച്ച് ബോംബെ സെറ്റിലറാ. മകൻ ഡോക്ടറാ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവന്റെ വൈഫ് ഡോക്ടറാ. അയാളാണ് എന്നോട് പറഞ്ഞത്, അച്ഛന്റെ ക്ലെവറായ ജൂനിയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ശോഭയെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്താൽ ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോ എന്ന്. എനിക്ക് വിജയനെ വലിയ ഇഷ്ടമാണ്.
വെരി ഇന്റലിജന്റ് യങ് മാൻ. വളരെ പ്ലീസിംഗ് ആണ്, ഒബീഡിയന്റ് ആണ്. ശോഭയ്ക്കാണെങ്കിൽ അയാളെ ഇഷ്ടമാവുകയും ചെയ്തു. ഒരു സെക്കൻഡ്. ആ വരണം. ഇല്ല, ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. പിന്നെ ഏട്ടന് കുറച്ച് ദിവസത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പാടത്ത് പണി നടക്കുക. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതി സാർ? പോരാ, ഏട്ടൻ തന്നെ വരണം. സാറൊന്ന് അകത്തേക്ക് വന്നേ, ഒരു കാര്യം പറയാം. ഈ ഏട്ടനാണോ പാടത്ത് പണി നടക്കണ കൊണ്ട് വരാൻ പറ്റാത്തത്? ഏട്ടാ, ഏട്ടന് വലുത് പാടവും പറമ്പും മറ്റാരുമല്ല, നീ തന്നെയാ. ആ, ഇനി സാർ ഓഫീസിലേക്ക് വെക്കൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് ചെല്ലട്ടെ. ഇങ്ങോട്ട് താവണ്ണേ, ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. കാണു മരുവളുടെ ഫോട്ടോ. നിനക്ക് ഇഷ്ടമായോടി? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നളിയത്തിന് ഐശ്വര്യം ഇല്ല കേട്ടോ. ഐശ്വര്യക്കേടൊന്നുമില്ല, നല്ല ഐശ്വര്യമുണ്ട്. പിന്നെ ആ മുടി ഇങ്ങനെ ഇട്ടേക്കണോണ്ടാ. നല്ല ഭംഗിയുണ്ടല്ലേ ചമ്മേ? ചേച്ചി എനിക്കും ഇഷ്ടായി. ആഹാ, മിടുക്കൻ. ആരാത്? ഒരു പെണ്ണ്. അല്ലടാ മോനെ, ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. ആരാണ്? ചെറിയമ്മ. ചെറിയമ്മ. അപ്പൊ നളിയമ്മായോ? ഒരു ദിവസം നളിയമ്മായി പറഞ്ഞല്ലോ ചെറിയ നളിയമ്മായിയാ കല്യാണം കഴിക്കണേന്ന്. ആ, ഇനി മക്കള് പോയിരുന്ന് പഠിക്കേ ചെല്ലേ. നളിനിയുടെ കാര്യം നമുക്ക് ഉടനെ നടത്തണം. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നടത്തണം. എല്ലാം സാറിനോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു ഏട്ടൻ. ഉം. കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കണമെന്നായിരുന്നു മേനോൻ സാറിന്. അത് മാത്രം ഏട്ടൻ സമ്മതിച്ചില്ല. അത് പിന്നെ അവന് സഹിക്കൂടാ. മാലോ, മേശയിൽ കാശ് ഇരിക്കുന്നുണ്ട്. പെയിന്റ് അടിക്കാർക്കും പണിക്കാർക്കുള്ള കാശ് കൊടുക്കണം. ഇന്ന് ചിലപ്പോ ഞാൻ തിരിച്ചെത്തിയില്ല എന്ന് വരും. ഉറക്കളച്ച് കാത്തു നിൽക്കാനും കരയാനും ഒന്നും നിൽക്കണ്ട. അപ്പോ കുറിപ്പണം വാങ്ങാനല്ലേ പോണത്? അതെ, എന്നിട്ട് എനിക്കൊരു ദിക്കിൽ പോകേണ്ടി വരും. എങ്ങടാ പോണെന്ന് പറഞ്ഞിട്ട് പോയാ കുടുംബത്തുള്ളവർക്കൊരു സമാധാനം ഉണ്ട്. ഇത്രയൊക്കെ സമാധാനം മതി. സമാധാനം കുടുംബത്തിരിക്കുന്നവർക്ക് മാത്രം മതിയല്ലോ സമാധാനം, ബാക്കി ആർക്കും വേണ്ട എന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ പറഞ്ഞ നീ? ഓരോരുത്തർക്ക് അവരുടെ സമാധാനം, ജീവിതം, സുഖം. പിന്നെന്തൊക്കെയാ വേണ്ടേ? എല്ലാവർക്കും വേണം ഇതൊക്കെ. അതാർക്കും മനസ്സിലാവില്ല ഒരുത്തനും. പോത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാ, ഇടംപോത്ത് നിന്നാലും കരി താഴ്ന്നാലും കല്ല് തടഞ്ഞാലും അടി മുഴുക്ക വലമ്പോത്തിന് തന്നെ അനുഭവിക്കുക തന്നെ. ഞാൻ പോണു. ഒന്ന് വേഗം ആകട്ടെ എന്റെ കരുണ. ചുണ്ണാമ്പ് തീരാറായി. വാങ്ങാം. കുഞ്ഞമാമായി കുത്തിരിപ്പൊന്ന് അവസാനിപ്പിക്കാവോ? എന്നാ ഉണ്ടാവും വിശപ്പ്. ഇതൊക്കെ എന്റെ കണ്ണി കാണുകയും വേണമല്ലോ. ഡേ, നിന്നോട് ഇപ്പൊ മാറാലടിക്കാൻ പറഞ്ഞ ആരാ? അതിനൊക്കെ ഇവിടെ ആളെടുത്തിട്ടുണ്ടല്ലോ. ഭൂഷണേനും ഇപ്പൊ മാറാലൊക്കെ അടിക്കാൻ പറഞ്ഞു. ആര്? ഞാനാ പറഞ്ഞേ, ഇവിടെ എപ്പോഴും മാറാലെ അടിച്ചു വാരണത് നളിനി തന്നെയല്ലേ? എന്നത്തെ പോലെയാ ഇന്ന്? എന്റെ അമ്മയെ കണ്ണി ചൊരയില്ല നിങ്ങൾക്കൊക്കെ. ഇനി പുതുപ്പെണ്ണ് വരുമ്പോ അവളുടെ തുണി കൂടെ അലക്കിക്കോ അവളെ കൊണ്ട്. ഏട്ടാ സാരില്ല, ഞാൻ ഓടെ അപ്പുറത്ത്. മാലതി, ആ ചൂലങ്ങ് വാങ്ങി. മോൾ അപ്പുറത്ത് പോയിരുന്നു. ദൈവത്തെ ഓർത്തൊരു അപേക്ഷ ഉണ്ട്, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അച്ഛൻ വന്നേ. ഇന്ന് സ്കൂളിൽ പോയില്ലേ രണ്ടാളും? 4 മണിക്ക് വന്നതാ. എന്താ അച്ഛാ അത്? ഒന്നുമില്ല, പോയി കളിച്ചോ. ആ, എല്ലാരും എത്തിയോ? കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടനൊരു സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനത് വിഷമാവില്ലേ? ആ, അത് നന്നായി. ഇതൊക്കെ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാർ കൊടുത്തു വിട്ടതാ. എന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. അല്ല, കൊടുത്തു വിട്ടപ്പോ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ? 10-15 ഉറുപ്പിയുടെ സാധനം ഉണ്ടേ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ? ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. അങ്ങനെയാ വേണ്ടേ. സുധേ നളിനിയുടെ അപ്പുറത്തുണ്ട്. ഒന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റും? ഉം. അല്ല, എന്റെ പഴയ ചാരികസരോ? അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അതിവിടെ ഒരു അഭംഗിയായി തോന്നി. അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു. പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതൊന്നും വേണ്ട, ഏട്ടൻ പഴയ ആളല്ലേ. എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത്. അതിട്ടിട്ടുണ്ടാവണം അഭംഗി എല്ലാരും അങ്ങ് സഹിക്കുക.
വല്യേട്ടാ, വിളിച്ചു എന്ന് പറഞ്ഞു. ആ വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വലിയേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വലിയേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ ഞാൻ പറയണേ. അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടൻ ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വലിയേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെയും മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്തെ? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വലിയേട്ടൻ. എന്റെ കണ്ണടയണ വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടാ, വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വലിയേട്ടൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വലിയേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. മോഹൻദാൻ. വലിയേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ നടക്കും. പറയണം. നിനക്ക് ആലോചിച്ച ചക്കനാ. നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വലിയേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നെന്ന് പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വലിയേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാരോടും ചെന്ന് പറയേ, 2 കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നളിനിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ? മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലെടുത്തി. അയ്യേ, കരയേ? എന്താ ഇത്? നല്ല ചേലുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞമ്മാമ ഇത്? എന്റെ പൊന്നു പോലെടാ നീ. എന്റെ പൊന്നു പോൽ.